വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 7. അക്കാലത്ത് യേശു അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ യേശുവിനോട് അപേക്ഷിച്ചു. യേശു പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങൾ ബാക്കി ഭക്ഷിക്കുന്നുണ്ടല്ലോ. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിൽ പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. നമ്മുടെ വിശ്വാസം എത്രമാത്രം ബലമുള്ളത് എന്ന് തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ സങ്കടകരമായ അനുഭവങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ നമ്മൾ എത്രമാത്രം ദൈവതിരുസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്നു എന്നതിലല്ല, പ്രതിസന്ധികളിൽ, നഷ്ടങ്ങളിൽ, ദുരിതങ്ങളിൽ, വേദനയിൽ, രോഗങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മാറ്റുറപ്പിച്ച് നോക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. സങ്കടങ്ങളും തിരസ്കരണങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്താൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അർത്ഥവത്തായി തീരുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വിശ്വാസത്തിൻ്റെ ആത്മീയതയും ഇപ്രകാരമുള്ള ഒരു അനുഭവമാണ്. സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായ അമ്മ തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി കണ്ണുനീരോടെ യേശുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ യേശു അവളുടെ പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം നൽകുകയോ അല്ല ചെയ്യുക. പ്രതിസന്ധികളെക്കുറിച്ച് യേശു തിരികെ അവളോട് സംസാരിക്കുന്നു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല. മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. വേദന നിറഞ്ഞ കാര്യങ്ങളാണ് യേശു പറഞ്ഞത്, സത്യമാണ്. പക്ഷേ ഓർക്കുക, അവൾ തൻ്റെ വിശ്വാസത്തിൽ എത്രമാത്രം ആഴമുണ്ട് എന്ന് യേശു പരീക്ഷിച്ച നിമിഷമായിരുന്നു അത്. അവൾ വ്യക്തവും ശക്തവുമായ ഉത്തരമാണ് നൽകിയത്. മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ ബാക്കിയുള്ളവ നായ്ക്കുട്ടികളും ഭക്ഷിക്കുന്നുണ്ടല്ലോ. യേശു പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം ഇതുതന്നെയാണ്. നമ്മുടെ വിശ്വാസം വലുതാണോ? ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയരായി നിൽക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും നമ്മൾ സന്നദ്ധരാണോ? നമ്മൾ അപ്രകാരം ഒരുക്കമുള്ളവരാകുമ്പോഴാണ് അനുഗ്രഹീതരായി തീരുക. വിശ്വാസം എപ്പോഴും പരീക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ പരീക്ഷിക്കപ്പെട്ട വിശ്വാസം കൂടുതൽ ബലമുള്ളതാണ്. അബ്രഹാം ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു, യാക്കോബ് പരീക്ഷിക്കപ്പെട്ടു, മോസസ് പരീക്ഷിക്കപ്പെട്ടു, പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും പരീക്ഷിക്കപ്പെട്ടു. എങ്കിലും അവർ വിശ്വാസത്തിൽ തകർന്നു പോയില്ല. അവർ നിലയുറച്ചു നിന്നു. നമുക്കും വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വേണ്ട കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.